ഒരു പ്രവചനം കേട്ട് നിങ്ങൾ ബിസിനസ്സിൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു പ്രവാചകൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയത്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ബിസിനസ്സിൽ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ചത്. പക്ഷേ ഞങ്ങളിപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കടത്തിലാണ്, ഞങ്ങളിനി പള്ളിയിൽ പോകുന്നില്ല, ഇവരൊക്കെ ഫേക്കാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഒരു പ്രവചനം കേട്ട് നിങ്ങൾ ബിസിനസ്സിൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്പർ 1, ആ പ്രവചനം ദൈവാത്മാവിലുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. കാരണം ദൈവാത്മാവിലല്ലാതെ പ്രവചിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. 2, ഇത് ദൈവാത്മാവിലാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പ്രവചനം കേട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഞങ്ങളുടെ സ്റ്റഡി അബ്രോഡ് ബിസിനസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രവചനത്തിനനുസരിച്ച് ഞങ്ങൾ തുടങ്ങിയതാണ്. ഞങ്ങൾ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിലെ എറണാകുളത്ത് ഒരു മീറ്റിങ്ങിൽ വരുമ്പോൾ അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒരു ബിസിനസ് തുടങ്ങും, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, നിങ്ങൾ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞ് ഞങ്ങളനുസരിച്ച് മൂവ് ചെയ്ത് ഞങ്ങൾക്ക് വലിയ ബ്ലെസ്സിങ് ആയിട്ട് വന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു പ്രവചനം കേൾക്കുമ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളെ ഒരുക്കണം, അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റെപ്പ് വെക്കണം. അപ്പോൾ നിന്നെ ഒരു വലിയ ശുശ്രൂഷകനാക്കുമെന്ന് ഒരാളോട് പ്രവചനം പറഞ്ഞാൽ ആ ആൾ അതിനനുസരിച്ച് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാനും ഒക്കെയുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. ഇതൊന്നും ചെയ്യാതെ അവിടെ മിനിസ്ട്രി വളരാതെ ഇരുന്നാൽ ഈ പ്രവചനം ഫേക്കാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ പ്രവചനം കേട്ടാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽ അക്യൂർ ചെയ്യണമെങ്കിൽ അത് അക്യൂർ ചെയ്യാനും, വിശ്വാസത്തിൽ സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടടുത്ത് വിശ്വാസത്തിൽ സ്റ്റെപ്പ് എടുത്ത് വെക്കാനും, പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. എങ്കിൽ മാത്രമേ അത് ദൈവഹിതമനുസരിച്ച് വളരുകയുള്ളൂ. അല്ലാതെ പലപ്പോഴും ഇത് പ്രവാചകന്മാരുടെ പ്രശ്നമല്ല. സോ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളൊരു പ്രവചനം കേട്ടിട്ടുണ്ടെങ്കിൽ ഈ കേട്ട മർമ്മം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മുമ്പോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുക. നിശ്ചയമായും നിങ്ങൾ കേട്ട പ്രവചനം പോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് വളരും. ഇനി നിങ്ങൾ കേട്ട പ്രവചനത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ ഇറ്റ് ഈസ് ഫ്രം ഗോഡ്. താങ്ക് യു സോ മച്ച്.